ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു ടെമ്പററി ബോർഡാണ്. ഇവിടെ സാധാരണ വന്നുകൊണ്ടിരുന്ന 300 രൂപ ബില്ലിൽ നിന്നും 3000 രൂപ ബില്ലിലേക്ക് ഒറ്റ കുതിച്ചാട്ടം. അങ്ങനെ ഇതെന്താണ് പ്രോബ്ലം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റീഡിങ്ങുകാർ വന്നപ്പോൾ തന്നെയാണ് അവർ തന്നെയാണ് ഇത് അഴിച്ചു നോക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടത്. അതായത് പഴയ ഒരു മെയിൻ സ്വിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. പഴയ ടൈപ്പ് മെയിൻ സ്വിച്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടെമ്പററി ബോർഡുകളിലെല്ലാം ഇതേ മോഡൽ മെയിൻ സ്വിച്ചാണ് വരുന്നത്. പിന്നീട് നമ്മളാണ് അത് ഇളക്കി മാറ്റി നമ്മളൊരു ഐസൊലേറ്ററോ അല്ലെങ്കിൽ 2 പോൾ MCBയോ വെക്കുന്നത്. ഇവിടുത്തെ പ്രോബ്ലം കണ്ടില്ലേ, വയറ് കത്തി ആ ലിവർ റോഡിൻ്റെ അകത്ത് കയറി ഒരഞ്ഞ് കത്തിയിരിക്കുകയാണ് ആ ഭാഗം. അതുവഴി നേരെ എർത്തിങ് ആയി പോവുകയാണ്. അതാണ് ഇവിടെ വന്നൊരു കുഴപ്പം. കാരണം മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ RCCB തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ട്രിപ്പിങ്ങും ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ റോഡ് വഴിയാണ് കത്തിപ്പോകുന്നത്. ഇത് വലിയൊരു അപകടം തന്നെയാണ്. കാരണം ഇതിങ്ങനെ പോകുന്ന നേരത്ത് അതിൻ്റെ മെറ്റൽ ബോഡിയിലോ എവിടെയെങ്കിലും കയറി ടച്ചായാൽ തന്നെയും നമുക്ക് അടി മേടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പഴയ മെയിൻ സ്വിച്ചുകൾ ഇരിക്കുന്ന ഏതെങ്കിലും ഭാഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കുക. അതായത് മെയിൻ സ്വിച്ചിൻ്റെ ലിവർ താപ്പൊട്ടെന്ന് ആക്കിയിട്ട് ആ കവറൊന്ന് തുറന്ന് നോക്കുക. ഇതുപോലെ എവിടെയെങ്കിലും ലെഗ് കത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കുതിച്ചുയർന്ന് തന്നെ പോകും. അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമായിട്ട് വരുന്നത്. കാരണം ഇവിടെ ഒരു 300 രൂപ ബില്ലാണ് ഇവിടെ അടച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നും 3000 രൂപ ബില്ലിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം മനസ്സിലാവുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ഉൾവശം എത്രത്തോളം അത് കത്തിപ്പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രമാത്രം അത് ലെഗ് കത്തിപ്പോയി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹാവൽസിൻ്റെ ഒരു ഐസൊലേറ്റർ എടുത്തുകൊണ്ട് അതുപോലെ എൻക്ലോഷർ എടുത്തുകൊണ്ട്, അതായത് MCB ബോക്സ്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. കാരണം ഐസൊലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് മാനുവലി മെയിൻ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഐസൊലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഓണും ഓഫും ചെയ്താൽ മാത്രമേ അത് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മെയിൻ സ്വിച്ച് എടുത്ത് മാറ്റിയിട്ട് നമുക്കിനി നമ്മൾ നേരത്തെ കാണിച്ച ഐസൊലേറ്റർ എടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ആ മെയിൻ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലെഗും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ, എത്രത്തോളം കത്തി മാറിയിരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, എവിടെയെങ്കിലും വെച്ചതായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് മാറ്റണം. ഇല്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ നമ്മൾ എൻക്ലോഷർ സെറ്റ് ചെയ്തു, MCB ബോക്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതേപോലെ ഐസൊലേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാവൽസിൻ്റെ 3 ഇയർ വാറൻറ്റിയുള്ള ഐസൊലേറ്ററാണ്. ഇതാണെങ്കിൽ യാതൊന്നും പേടിക്കേണ്ട, നമുക്ക് മാനുവലി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, എവിടെയെങ്കിലും മെയിൻ സ്വിച്ചുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അപകടമാണ്, ഷോക്ക് ഏൽക്കും, അതേപോലെ കറണ്ട് ബില്ലും കൂടും.